ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2022 ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. 2023 ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് പോയി കാണുക. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു, സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം സ്പീഡ് കുറച്ചാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരി. അതായത് ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരമാണ് നിസ്സഹരണ സമരം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി 3 മാത്രം. അതായത് 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്ന പ്രസ്താവനയാണ് തെറ്റ്. സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പം നമുക്ക് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 3 മാത്രം. ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചു എന്നതാണ് തെറ്റായ പ്രസ്താവന. ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചത് റിപ്പൺ പ്രഭുവാണ്. അപ്പം നമുക്ക് കാനിങ്ങിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1, 2, 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയ്യാബ്ജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. ഈ 3 പോയിന്റുമാണ് ശരി. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് 1924 അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് 1924. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി 2 മാത്രം. ബക്സാർ യുദ്ധം മിർജാഫറും ക്ലൈവും തമ്മിലായിരുന്നു എന്നതാണ് തെറ്റായത്. നമുക്ക് ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഹൺവ യുദ്ധം നടന്നത് ബാബറും റാണ സംഗയും തമ്മിലാണ്. ഒന്നുകൂടെ നോക്കാം. 1-ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഖണ്ണ യുദ്ധം നടന്നത് ബാബറും റാണ സംഗയും തമ്മിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. ഓപ്ഷൻ ബി ഫത്തേപൂർ സിക്രി. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ ബി 565. ഒന്നുകൂടെ നോക്കാം. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനമായിരുന്നത് ഫത്തേപൂർ സിക്രി.
പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണമാണ് 565. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിനാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഓപ്ഷൻ ബി സംബാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. ഒന്നുകൂടെ നോക്കാം. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംബാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ഓപ്ഷൻ ഡി വി.പി. മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് വി.പി. മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആക്ച്വലി ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആന്ധ്രയെന്നും ആന്ധ്രാപ്രദേശ് എന്നും രണ്ടും ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആന്ധ്ര കറുപ്പിക്കുക. ആന്ധ്രാപ്രദേശ് എന്ന് മാത്രം തന്നിട്ടുള്ളെങ്കിൽ അത് കറുപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യസമാജം ദയാനന്ദ് സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്, ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ് സരസ്വതി, പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപകൻ കേശവ ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സന്താൾ കലാപം നടന്ന വർഷം. സന്താൾ കലാപം നടന്ന വർഷം ഓപ്ഷൻ ബി 1855 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ സി ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ. ഒന്നുകൂടെ നോക്കാം. സന്താൾ കലാപം നടന്ന വർഷമാണ് 1855 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ ഡി 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം ഓപ്ഷൻ ഡി 1942 ഓഗസ്റ്റ് 9. ഒന്നുകൂടെ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഓപ്ഷൻ എ ഫസൽ അലി. ഒന്നുകൂടി നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആരായിരുന്നു? ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി കാൺപൂർ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരുന്നു ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് കാൺപൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ റാണി ഝാൻസി റെജിമെൻ്റ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ഓപ്ഷൻ ഡി മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരായിരുന്നു റാണി ഝാൻസി റെജിമെൻ്റ്. സന്താൾ കലാപം നടന്ന പ്രദേശമാണ് രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒന്നുകൂടെ നോക്കാം.
നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ ഡി അരുണ അസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ റാണി ഗൈഡിലിയു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തതാര്? താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ഓപ്ഷൻ ഡി BR അംബേദ്കർ. ഒന്നുകൂടെ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലിയെ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെ. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഒന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ഉദ്ധം സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 2ഉം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 2ഉം 3ഉം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ഒന്നുകൂടെ നോക്കാം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. ഝാൻസിയിലെ കലാപം നയിച്ചത് റാണി ലക്ഷ്മിബായ്. കാൺപൂരിലെ കലാപം നയിച്ചത് നാനാ സാഹിബ്. ഡൽഹിയിൽ ആരാണ് കലാപം നയിച്ചത്? ഡൽഹിയിൽ കലാപം നയിച്ചത് ജനറൽ ഭഗത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ഒന്നുകൂടെ നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡൽഹിയിൽ ജനറൽ ഭഗത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും കലാപം നയിച്ചു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയാണ് കലാപം നയിച്ചത്. കാൺപൂരിൽ നാനാ സാഹിബ്. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ആരുടെ കാലത്താണ്? വില്യം ബെന്റിക് പ്രഭുവിൻ്റെ കാലത്താണ് സതീ സമ്പ്രദായവും ശിശുഹത്യ എന്നിവ നിരോധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1ഉം 3ഉം. VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. ദേശീയഗാനം പാടിത്തീരാൻ 52 സെക്കൻഡുകളാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 2ഉം. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഏതു ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്? ഇംഗ്ലീഷിലും ഗുജറാത്തി ഭാഷയിലുമാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളാണ് VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും. രവീന്ദ്രനാഥ ടാഗോറും ദേശീയഗാനം എന്ന വിഭാഗത്തിൽ ശരിയായവയാണ്. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഇംഗ്ലീഷിലും ഗുജറാത്തി ഭാഷയിലുമാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ച രചിച്ചത് ആര്? സാരേ ജഹാം സെ അച്ച രചിച്ചത് ആര്? ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. ഒന്നുകൂടെ നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 ഉം 4. ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇത് രണ്ടുമാണ് തെറ്റായ പോയിന്റ്. അപ്പോൾ നമുക്ക് ശരിയായ പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1929 ലാഹോർ സെക്ഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ നോക്കാം. 1929 ലാഹോർ സെക്ഷൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ഓപ്ഷൻ എ നിസ്സഹരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ഒന്നുകൂടെ നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 ഉം 2. ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഓപ്ഷൻ എ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ഓപ്ഷൻ ബി 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒന്നുകൂടെ നോക്കാം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ അനുവദിച്ച നിയമമാണ് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷമാണ് 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഓപ്ഷൻ എ കെ എം പണിക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി കാനിങ് പ്രഭു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. ഓപ്ഷൻ സി അധ്യക്ഷനും 2 അംഗങ്ങളും. ഒന്നുകൂടെ നോക്കാം. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യയാണ് അധ്യക്ഷനും 2 അംഗങ്ങളും. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി 1954. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ഓപ്ഷൻ സി ആനി ബെസന്റ്. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? മഹാത്മാഗാന്ധിയുടെ.
ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷമാണ് 1954. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആനി ബസന്റിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെയും പോരാടും. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ വോൾട്ടയർ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ എ ജസ്വന്ത് സിംഗ്. വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂർ. ഒന്നുകൂടെ നോക്കാം. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ്. വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ടാണ് തിരൂർ പോത്തന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഓപ്ഷൻ ഡി ഹാൽഡിഗഡ് യുദ്ധം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെറായിൻ യുദ്ധം 1191, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1525, വാണ്ടിവാഷ് യുദ്ധം 1760. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. ഓപ്ഷൻ ഡി. ആദ്യം വരുന്നത് 3 ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. എങ്ങനെയാണ്? ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി. 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്, സബ്സിഡിയറി അലിയൻസ്, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്സ്, മയോ പ്രഭു, ഓഗസ്റ്റ് ഓഫർ ലിങ്ലിത്തോ. ഒന്നുകൂടെ നോക്കാം. താഴെ പറയുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഹാൽഡിഗഡ് യുദ്ധം. ബാക്കി യുദ്ധം നടന്ന വർഷം നമുക്ക് നോക്കാം. ടെറായിൻ യുദ്ധം 1191, വാണ്ടിവാഷ് യുദ്ധം 1760, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1525. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്, സബ്സിഡിയറി അലിയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മയോ പ്രഭു, ഓഗസ്റ്റ് ഓഫർ ലിങ്ലിത്തോ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ തത്വബോധിനി സഭ, ദേബേന്ദ്രനാഥ ടാഗോർ, റഹനുമായി മസ്ദായസൻ സഭ, നവറോജി ഫർഡോൺജി, ധർമ്മസഭ, രാധാകാന്തദേവ്, സേവാസദൻ, BM മലബാറി. ഒന്നുകൂടി നോക്കാം. തത്വബോധിനി സഭ, ദേവേന്ദ്രനാഥ ടാഗോർ, റഹനുമായി മസ്ദയൻ സഭ, നവറോജി ഫർദോർജി, ധർമ്മസഭ, രാധാകാന്തദേവ്, സേവാസദൻ, BM മലബാറി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി. ഓപ്ഷൻ ഡി ഡച്ചുകാർ. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഓപ്ഷൻ ബി ഫിലാഡൽഫിയ. ഒന്നുകൂടെ നോക്കാം. ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈസ്രോയിയാണ് ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തിയാണ് ഡച്ചുകാർ. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ആണ്. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ്
ഓപ്ഷൻ ഡി ഹിന്ദ് സ്വരാജ്. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. ഓപ്ഷൻ സി ടി.കെ. മാധവൻ. ഒന്നുകൂടെ നോക്കാം. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവാണ് ടി.കെ. മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക പരിപാടിയുടെ ഭാഗമായ പ്രസ്ഥാനം. ഓപ്ഷൻ ബി 2 മാത്രം. തൊട്ടുകൂടായ്മ നീക്കം ചെയ്യാനുള്ള നീക്കം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ച താഴെ പറയുന്ന വിപ്ലവകാരി ആരാണ്? തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായ മിസ്റ്റർ ആഷയെ വധിച്ച് താഴെ പറയുന്ന വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ ഡി വാഞ്ചി അയ്യർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്? ഓപ്ഷൻ ബി ബല്ലിയ. ഒന്നുകൂടെ നോക്കാം. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ച താഴെ പറയുന്ന വിപ്ലവകാരിയാണ് വാഞ്ചി അയ്യർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് സമാന്തര സർക്കാർ സ്ഥാപിച്ചത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്? ബല്ലിയ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1920 നിസ്സഹരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 1920 നിസ്സഹരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2 മാത്രം. നികുതി നൽകുക എന്നതാണ് ഇതുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ നമുക്കിതുമായി ബന്ധമുള്ള പോയിന്റ്സ് നോക്കാം. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഒന്നുകൂടെ നോക്കാം. 1920 നിസ്സഹരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള പോയിന്റ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മഹാത്മാഗാന്ധിജിയും നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. മഹാത്മാഗാന്ധിയും നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രമാണ് ശരി. ഗാന്ധിജി ദണ്ഡിയിൽ നിന്ന് 322 കിലോമീറ്റർ ദൂരമുള്ള സബർമതി ആശ്രമത്തിലേക്ക് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹരണ പ്രസ്ഥാനം പതുക്കെ കുറുകുകയും 1934 മെയ് മാസത്തിൽ അത് ഔപചാരികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ ചിറ്റഗോംഗ് ആയുധപുര റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ? ഗാന്ധിജി ദണ്ഡിയിൽ നിന്ന് 322 കിലോമീറ്റർ ദൂരമുള്ള സബർമതി ആശ്രമത്തിലേക്ക് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹരണ പ്രസ്ഥാനം പതുക്കെ കുറുകുകയും 1934 മെയ് മാസത്തിൽ അത് ഔപചാരികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ ചിറ്റഗോംഗ് ആയുധപുര റെയ്ഡ് നടന്നിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ബി അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായൺ ലോക് നായക്, സുഭാഷ് ചന്ദ്രബോസ് നേതാജി, ബാലഗംഗാധര തിലക് ലോകമാന്യ, ലാലാ ലജ്പത് റായ് പഞ്ചാബിൻ്റെ സിംഹം. എന്തൊക്കെയാണ്? ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്നത് ലോക് നായക് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് നേതാജി എന്നാണ്.
ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നത് ലോകമാന്യ എന്നാണ്. ലാലാ ലജ്പത് റായ് അറിയപ്പെടുന്നത് പഞ്ചാബ് സിംഹം എന്നാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2022 PSC ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് 2023 PSC ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. താങ്ക്